തീപ്പൊരി പടരുമ്പോൾ ഒരു മന്ത്രി രാജിവെക്കുന്നത് കേവലം ഒരു വ്യക്തിയുടെ പരാജയമാണോ? അതോ പാർട്ടിയെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള തന്ത്രപരമായ ബലിയർപ്പിക്കലാണോ? അധികാരത്തിന്റെ ഇടനാഴികളിൽ സർക്കാരുകൾ എപ്പോഴും പ്രതിരോധം തീർക്കാറുണ്ട്. എന്നാൽ ആ പ്രതിരോധം പൊളിയുമെന്ന് ഉറപ്പാകുമ്പോൾ അവർ നടത്തുന്ന ചില നീക്കങ്ങളുണ്ട്. ഭരണപക്ഷത്തിനു മേൽ ആരോപണങ്ങളുടെ നിഴൽ വീണപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന എസ്കേപ്പ് റൂട്ട് BJP എടുത്തത് ചുമ്മാതല്ല. സർക്കാരിന്റെ പ്രതിച്ഛായ കാക്കാനും സമരം തണുപ്പിക്കാനും നടത്തിയ ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ തന്ത്രങ്ങൾ പരിശോധിക്കാം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ വീണ്ടും ചർച്ചയാകുന്നത് ഇതാണ്. പ്രതിപക്ഷത്തിന് കിട്ടിയ വലിയൊരു വിജയമാണോ ഇത്? അതോ അടിയൊഴുക്കുകൾ തടയാൻ BJP കൃത്യസമയത്ത് കളിച്ച മാസ്റ്റർ സ്ട്രോക്കോ? ഒരു ചുവട് പിന്നോട്ട് വെച്ച ശേഷം 2 ചുവട് മുന്നോട്ട് വെക്കുക. ഡൽഹിയിലെ യുവജന പ്രക്ഷോഭത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലൂടെ BJP ലക്ഷ്യമിട്ടത് ഈ തന്ത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇനിയുള്ള നാളുകളിൽ ഇന്ത്യ തങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമാക്കാനുള്ള വലിയ തന്ത്രങ്ങൾക്കാണ് അവർ അണിയറയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. യുവജനങ്ങളുടെ സമരം അതിനൊരു തടസ്സമായേക്കാമെന്ന് അവർ ചെറുതായെങ്കിലും ഭയന്നിരുന്നു. ആ ഭയം ഒഴിവാക്കി വിജയം സുനിശ്ചിതമാക്കാനുള്ള ചെറിയൊരു ബലിയായിരുന്നു പ്രധാന്റെ രാജിയെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തു വില കൊടുത്തും BJP പാസാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ബില്ലുകളിൽ ഒന്നാണ് മണ്ഡല പുനർനിർണയ ബിൽ. ഇനിയുള്ള നാളുകളിൽ ഇന്ത്യ തങ്ങളുടെ കൈകളിൽ തന്നെ ഭദ്രമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നായാണ് BJP അതിനെ കാണുന്നത്. മൺസൂൺ സമ്മേളനത്തിൽ ഈ ബിൽ അവതരിപ്പിക്കുമെന്ന ഒരു സൂചനയും കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല. 5 ബില്ലുകളാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പട്ടികയിൽ ഇല്ലെങ്കിലും ഓഗസ്റ്റ് 13 വരെ നീളുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ മുന്നറിയിപ്പുകളില്ലാതെ തന്നെ മണ്ഡല പുനർനിർണയ ബിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നേരത്തെ സഭകളിലെ 3-2 ഭൂരിപക്ഷം BJPക്ക് കീറാമുട്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി. കൂറുമാറ്റങ്ങളിലൂടെ തങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം അവർ ഇരുസഭകളിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ ഏത് ബില്ലും ഏത് ഭേദഗതിയും പാസാക്കിയെടുക്കാമെന്ന ഒരു ആത്മവിശ്വാസവും അവർക്കുണ്ട്. അതിന്റെ പരീക്ഷണം മൺസൂൺ സമ്മേളനത്തിൽ നടത്തി നോക്കാനായിരുന്നു പദ്ധതി. എന്നാൽ CJPയുടെ സമരത്തെ മുൻനിർത്തി പാർലമെന്റിലെ തങ്ങളുടെ അജണ്ടകൾ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ചേർന്ന് അട്ടിമറിക്കുന്നതാണ് മൺസൂൺ സമ്മേളനത്തിന്റെ തുടക്കത്തിലെ BJPക്ക് കാണാൻ കഴിഞ്ഞത്. ജന്തർ മന്ദറിലെ സാഹചര്യം സ്ഫോടനാത്മകമായി തുടരുന്നിടത്തോളം പാർലമെന്റിലെ അജണ്ടകൾ നടപ്പാക്കാൻ തങ്ങൾക്കാവില്ലെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നം അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അവർ തിരിച്ചറിഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ച കൈകാര്യം ചെയ്യാൻ പ്രത്യേക നിയമനിർമ്മാണങ്ങൾ നടത്തിയതും സമരത്തെക്കുറിച്ച് അതുവരെ ഒരു അക്ഷരം പറയാതിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രിയിൽ വീഡിയോ സന്ദേശം പുറത്തിറക്കിയതും ചർച്ചയിൽ CJPയുടെ ആവശ്യങ്ങൾ ഒട്ടുമുക്കാലും അംഗീകരിച്ചതും അതുകൊണ്ടായിരുന്നു. പ്രധാന്റെ രാജിയിൽ കുറയാതെ ഒന്നും യുവാക്കൾ അംഗീകരിക്കില്ല എന്നും അതിനാൽ അദ്ദേഹത്തിന്റെ രാജി അനിവാര്യമാണെന്നും BJP നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശനിയാഴ്ച പൊടുന്നനെ പ്രധാന്റെ രാജി ഉണ്ടായതും. CJP സമരത്തിന്റെ ക്രെഡിറ്റ് കോൺഗ്രസ് തട്ടിയെടുക്കുന്നത് തടയുക എന്ന ലക്ഷ്യവും പ്രധാന്റെ രാജിക്ക് പിന്നിലുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കർഷകരുടെ സമരം ഇതിന് സമാനമായിരുന്നു. കോൺഗ്രസും ഇടതു പാർട്ടികളും കർഷക സമരത്തിന്റെ ക്രെഡിറ്റ് കൈവശപ്പെടുത്തുമെന്ന ഘട്ടം വന്നപ്പോൾ സുപ്രധാനമായ 3 നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ടാണ് കർഷക സമരം അവസാനിപ്പിച്ചത്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഏതറ്റം വരെയും താഴാൻ BJP ഒരു മടിയും കാണിക്കാറില്ല. മുതിർന്ന നേതാക്കളായ JP നദ്ദയും സിംഗും വിദ്യാർത്ഥികളും പുതുമുഖങ്ങളുമായ CJP നേതാക്കൾ അശുതോഷ് രംഗയും സൗരഭ് ദാസിനും മുന്നിൽ കൈകെട്ടിയിരുന്നത് വിനീത വിധേയരെ പോലെ സംസാരിക്കുന്ന കാഴ്ച ഇതിന് വ്യക്തമായ ഉദാഹരണമായിരുന്നു. എന്നാൽ പ്രക്ഷോഭങ്ങളുടെയോ പ്രതിപക്ഷ സമ്മർദ്ദത്തിന്റെയോ പേരിൽ മന്ത്രിമാരെ രാജിവെപ്പിക്കുന്ന രീതി നരേന്ദ്രമോദി സർക്കാരിനില്ല. ആ പതിവ് തെറ്റിച്ച് രാജി വാങ്ങേണ്ടി വന്നത് ഭരണപക്ഷത്തിന് വലിയൊരു പ്രതിസന്ധിയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. അനിവാര്യമായ ഘട്ടങ്ങളിലെ തന്ത്രപരമായ പിന്മാറ്റവും കീഴ്പ്പെടലും എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനാവില്ല. ചുരുക്കത്തിൽ പ്രതിഷേധ കൊടുങ്കാറ്റിൽ സർക്കാരിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാതിരിക്കാൻ BJP എറിഞ്ഞ കരുതന്നെയാണ് ഈ രാജി. സമരം ചെയ്ത യുവജനങ്ങൾക്ക് മുന്നിൽ തോൽവി സമ്മതിച്ചതായി തോന്നിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെ ഉയർന്ന വലിയൊരു കൂട്ടം ചോദ്യങ്ങളുടെ കുന്തമന ഓടിക്കാൻ ഇതിലൂടെ ഭരണപക്ഷത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ
തിരിച്ചടികൾക്കിടയിലും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ തങ്ങളുടെ വിജയം കണ്ടെത്താൻ BJPക്കായി എന്നു വേണം കരുതാൻ.